ചേട്ടാ സാധനം കിട്ടി. നമ്മൾ അന്വേഷിച്ച സാധനം തന്നെയല്ലേ? കൺഫേം അല്ലേ? കൺഫേം ആണ് ചേട്ടാ, കൺഫേം. എടാ പുറത്തേക്ക് എടുത്ത് വെക്ക്. എടാ ചേട്ടാ ഇങ്ങോട്ട് വന്നേ. ഇത് കൊണ്ടുപോയാൽ ലോറിയിൽ വെക്കി. ശരി ചേട്ടാ. സാധനം ഒരാളുടെ കയ്യിൽ മാത്രം വച്ചാൽ പോരാ, കൈമാറിക്കൊണ്ടേയിരിക്കണം. ശരി ചേട്ടാ. പൂച്ചി വണ്ടി എടുക്കടാ. ചേട്ടാ, ആ രമേശിൻ്റെ ആളുകളില്ലേ, നമ്മുടെ ശിലകളൊക്കെ അടിച്ചു മാറ്റി. ഇപ്പോഴൊക്കെ നമുക്ക് മുമ്പ് അവർ തോണ്ടാൻ തുടങ്ങി. ഞാൻ നോക്കിക്കോളാം. ചേട്ടാ രാജേ, നമ്മുടെ സാധനം എടുത്തോ മാത്രമല്ല, എടുക്കാൻ ആഗ്രഹിക്കുന്നതും പോലും ജീവനോടിരിക്കാൻ പാടില്ല. എല്ലാവരും എൻ്റെ കൈ കൊണ്ട് തന്നെ കൊല്ലണം. ചേട്ടാ, നിങ്ങളൊരു MLA ആണ്. നിങ്ങളൊക്കെ ഇതിനതിൽ വെറുതെ ഇടപെടുന്നേ. അവൻ്റെ കാര്യം ഞങ്ങൾ നോക്കിക്കോളാം. എന്താടാ എല്ലാരും കിടന്നിറങ്ങിയോ? ചേട്ടാ, നമ്മുടെ ആൾക്കാരൊക്കെ എമ്മരുടെ ആൾക്കാരെ കൊന്നുകൊണ്ടിരിക്കുക. എന്താടാ ഈ പറയുന്നേ? ഹലോ എന്താ ഹലോ ചെയ്യണ്ടെന്നറിയില്ല. ഹലോ എടാ എന്താടാ ഉണ്ടായേ? എന്താ പറ്റിയെന്നല്ലേ ചോദിക്കുന്നേ? പറഞ്ഞോ ചേട്ടാ, നമുക്ക് ആവശ്യമുള്ള എല്ലാ ശില്പങ്ങളും എടുത്തു കഴിഞ്ഞു. നമുക്ക് ആവശ്യമില്ലാത്ത എല്ലാവരും ജീവനും എടുത്തു കഴിഞ്ഞു. ഇനി നിങ്ങളാണ് രാജാവ്. ഹലോ സാർ, പ്ലീസ് ഞാൻ പറയുന്നൊന്ന് കേൾക്കണം. ഇതൊക്കെ വേണ്ടാത്തൊന്നും പറയാതെ ജോലി നിർത്തി പോയിക്കോ, ജീവനോടെങ്കിലും ഉണ്ടായിരിക്കും. എന്തൊരു കഷ്ട. ആ പറയട്ടാ.
എന്താടാ ഫോറസ്റ്റ് പാസ് ചെയ്തോ? ഫോറസ്റ്റ് കഴിഞ്ഞിട്ടില്ല ചേട്ടാ, ഇതാ ഇപ്പോഴാ വഴിക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. നോക്കി സേഫ് ആയിട്ട് പോക്കോ. എന്താ ചേട്ടാ, എന്താ പറ്റിയേ? വണ്ടിക്കകത്തുള്ളത് പ്രധാനപ്പെട്ട സാധനങ്ങളാ, നോക്കി ശ്രദ്ധിച്ചോടെ പോക്കോ. അത് മനസ്സിലാവുന്നുണ്ടോ? ഹലോ ഹലോ, കേൾക്കുന്നുണ്ടോ? ഹലോ എടാ, എന്തേലും പറയടാ. ചേട്ടാ, ഹലോ ചേട്ടാ ഇപ്പൊ എവിടെയുള്ളത്? ഇപ്പോഴാ ഞാൻ വീട്ടിലേക്ക് വന്നേ. അല്ല അല്ല ചേട്ടാ, ചേട്ടപ്പോ ഒരാളെ ഇപ്പൊ ഞാൻ കണ്ടല്ലോ. എന്താടാ പറയുന്നത്? സത്യമായിട്ടാ പറഞ്ഞത്. എന്താടാ കുടിച്ചിട്ട് ഫിറ്റായിട്ട് പറയുന്നതാണോ? ഞാൻ പറയുന്നിടത്ത് സാധനം എത്തിച്ചിട്ട് വാ, മനസ്സിലാവുന്നുണ്ടോ? ശരി ചേട്ടാ, ശരി ചേട്ടാ. ഇത്തിരി കഷ്ടം നോക്കണേ. ഛോ. എന്താ അത് നേരെ വരാന്ന് പറയണു, അയാൾ വീട്ടിലാണെന്നും പറയുന്നുണ്ടല്ലോ. ഇതൊരു മായക്കളിയാണല്ലോ. എടോ, താൻ ഇവിടെ തന്നെ നിൽക്ക്. വാടോ. ഓക്കെ സാറേ. എന്തൊക്കെയാടോ ഈ നടക്കുന്നത്? കണ്ണി ചോരയില്ലാതെ ഒരുത്തനെ വെട്ടി 2 കഷ്ണാക്കിയിട്ടിരിക്കുക. സാറേ, അത് കണ്ടിട്ട് വെട്ടിക്കൊന്ന മാതിരിയൊന്നും തോന്നുന്നില്ല. രണ്ടുപേര് ചേർന്ന് കീറിപ്പറിച്ച് കൊന്ന മാതിരിയുണ്ട് സാറേ. താൻ എന്താടോ ഈ പറയുന്നേ? അതെ സാറേ. ഹലോ സാർ, ഇവിടെ കടവന്ത്രയിൽ ഒരു കൊലപാതകം നടന്നിരിക്കുക. എന്താ ചെയ്യണമെന്നറിയില്ല. സാറൊന്ന് ഉപകാരപ്പെട്ടേനെ. ഫോർമാലിറ്റീസൊക്കെ നിനക്ക് തന്നെ നോക്കാവുന്നല്ലേ ഉള്ളൂ. സാർ അങ്ങനെയല്ല സാർ, ആരോ ഒരാളെ രണ്ടായിട്ട് വെട്ടിയിട്ടിരിക്കുക. പകുതി ശരീരവും കാണാനില്ല. അതാ സാർ. എന്താടോ ഈ പറയുന്നേ? അതെ സാർ, സാറ് വന്നാൽ കുറച്ച് നന്നായിരിക്കും. പെട്ടെന്ന് വാ സാർ, ഒന്നിങ്ങോട്ട് പോവാ സാർ. എന്തിനാടോ കിടന്ന് അലറിയ? ഒന്നങ്ങോട്ട് നോക്കൂ സാർ. എന്താ സാർ ഇതൊക്കെ? ഒരേപോലത്തെ 2 കൊലപാതകം, അതും വേറെ വേറെ സ്ഥലങ്ങളിൽ. ഈ കൊലയൊക്കെ കാണുമ്പോൾ ഇത് 2ൽ തീരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതിനിയാ തുടങ്ങാൻ പോകുന്നത് തന്നെ.
ബ്രോ ഒന്ന് നോക്കണേ. സാർ, ഇൻസ്പെക്ടറിനോട് പറഞ്ഞേക്ക്. ഇവൻ സ്വപ്നം കിപ്പനെന്ന് പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ പറയുമല്ലോ. ഇവൻ പറയുമ്പോഴത്തേക്കും നമ്മൾ തന്നെ ചോദിച്ചേക്കാം. പിന്നെ അല്ലയ്യ, ഇന്നും അതേ സ്വപ്നം തന്നെയാണോ? അതേടാ, ഞാൻ ജനിച്ച മുതൽ അതേ സ്വപ്നം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ കാണാത്ത ഡോക്ടേഴ്സും ഇല്ല, ചെയ്യാത്ത ട്രീറ്റ്മെൻറ്റും ഇല്ല. ഈ സ്വപ്നം കാണാനുള്ള കാരണം എന്താണെന്ന് ഇതുവരെ കണ്ടുപിടിക്കാൻ പോലും പറ്റിയിട്ടില്ലടാ. ശരി, അത് വിട്ടേക്കേ. പുതിയ കേസൊന്നും വന്നിട്ടുണ്ട്, നമ്മളോട് നോക്കാൻ പറഞ്ഞിട്ടില്ല. ഇല്ലടാ, മൂടില്ല. ഡാ, ഇത് സാധാരണ കേസാണെങ്കിൽ ഞാൻ തന്നെ ഹാൻഡിൽ ചെയ്യും. അവനൊരുത്തൻ കൊന്നു കാണിച്ചിട്ട് 2 കഷ്ണമാക്കി വെച്ചിരിക്കുകയാണ്. ഒരു എവിഡൻസ് പോലും കിട്ടിയിട്ടില്ല. കേസ് കുറച്ച് ടഫാണ്, അതുകൊണ്ട് വിളിച്ചതേ ഉള്ളൂ. ശരി, വിട്ടേക്ക്, ഞാൻ നോക്കിക്കോളാം. ഡേയ്, ആ? ബോർഡറിലെ ആ സ്പോട്ട് എവിടെയാ? കൃഷ്ണനഗർ 24ാമത്തെ സ്ട്രീറ്റ്. സ്വാമി, സാറേ. എൻ്റെ പുറകിൽ നിൽക്കാനാണോ എനിക്ക് ശമ്പളം തരുന്നത്? അല്ല സാറേ. പോയി പണി നോക്കടോ. ശരി സാർ. കാലെവിടെ? അറിയില്ല സർ, പകുതി ബോഡിയേ ഉള്ളൂ. സർ, ഒരു കാര്യം പറയാനുണ്ട്. ഉം. ഒരേപോലെയാണ് 2 കൊലയും നടന്നിരിക്കുന്നത്. എനിക്ക് തോന്നുന്നത് ഇതുപോലെ വീണ്ടും കൊലപാതകം നടക്കുന്ന. ഇത് ഞാൻ ഇതുവരെ ചിന്തിക്കാത്ത പോയിന്റാണല്ലോ. എവിഡൻസ് എന്തെങ്കിലും കിട്ടിയോ? എല്ലാ സ്ഥലത്തും അന്വേഷിച്ചു സാർ, ഒരു എവിഡൻസും ഇല്ല. ശരിക്കും പ്ലാൻ ചെയ്ത് തന്നെ ചെയ്തിരിക്കുന്നത്. ശരി, ഓക്കെ. ഓക്കെ സാർ. സിറ്റി മുഴുവനും സെക്യൂരിറ്റി ടൈറ്റ് ചെയ്യണം. ഇത് ചെയ്ത് ആരായാലും ഉടനെ കണ്ടെത്തണം. ചേട്ടാ പറയേട്ടാ. എവിടെ ഉള്ള? വീട്ടിലാ ഉള്ളേ. അബ്ദുള്ള ആരോ കൊന്നു അത്രേ. അതാരെന്നറിയുന്നവരേക്ക് നീ സൂക്ഷിച്ചിരിക്കണം. ചേട്ടാ, അതൊക്കെ ഞാൻ നോക്കിക്കോളാം. സാധനം നിന്റെ കയ്യിൽ തന്നെയല്ലേ ഉള്ളത്? ഇന്നലെ വരെ അതെൻ്റെ അടുത്തുണ്ടായിരുന്നു. എന്നാ ഞാൻ രാജേട്ടൻ്റെ അടുത്ത് കൊടുത്തത്. ശരി, നാളെ നേരെ ഒന്ന് കാണും. ശരി ചേട്ടാ, വരാം.
നിനക്ക് എന്താടാ പറ്റിയത്? എൻ്റെ ജീവിതത്തിലെ ഇപ്പോഴാണ് ഒരു പുതിയ സ്വപ്നം കാണുന്നത്. പുതിയ സ്വപ്നോ? അതിനിപ്പോൾ എന്താടാ? ഇതുവരെ എനിക്ക് വന്ന സ്വപ്നത്തിൽ ഒരു പെണ്ണ് ഒരു കുഞ്ഞിനെ രണ്ടായിട്ട് വെട്ടിക്കൊണ്ടു. പക്ഷേ ഇപ്പോഴോ? എന്തോ ഒരുത്തനെ രണ്ടായിട്ട് വെട്ടിക്കൊല്ലുന്നു. ഓ നാശം. ഡാ, നിന്നെ കൊണ്ടൊരു നല്ല സ്വപ്നം കാണാൻ പറ്റില്ലടാ. ശരി വാ പോവാം. എങ്ങോട്ടേക്ക്? സ്വപ്നത്തിലൊന്നാ കൊലയെ തടുക്കണ്ടേ? അവൻ്റെ ഒരു സ്വപ്നവും കൊലപാതകവും ഒന്ന് മുന്നേടെ കിടക്കുന്നുണ്ടാ. ഇപ്പോഴാണ് പാർവതി എഴുതി താരിയും കെട്ടി റൂമിനകത്ത് കൊണ്ടുപോയത്. അപ്പോഴത്തേക്ക് ഉണർത്തി. ഏയ്, ഒരുപക്ഷെ എന്റെ സ്വപ്നത്തിൽ വന്നാലേ അയാൾ ഒറിജിനലായിട്ട് മരിക്കുകയാണല്ലോ. അങ്ങനെ ആരെങ്കിലും മരിച്ചിരുന്നെങ്കിലേ അവന് ശവത്തിന് മുമ്പ് ഒരു പ്രാന്തം വന്ന് കാവലും കാത്തു നിൽക്കും. ഇതുവരെ നടന്ന എല്ലാ കൊലപാതകങ്ങളിലും പകുതി ശരീരം മാത്രമേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ. കാലം എവിടെയുള്ളതെന്ന് ഇതുവരെ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. ഇതിലൂടെ കൊല ചെയ്ത ആൾ നമ്മളോട് എന്തോ പറയാൻ ശ്രമിക്കുകയാണ്. അതെന്താണെന്ന് കണ്ടുപിടിക്കണം. സാറിനടുത്ത് കാര്യം ചോദിച്ചോട്ടെ? എപ്പം നോക്കിയാലും എന്താ സാറേ യൂണിഫോം ഇടേണ്ടിരിക്കുന്നത്? അലക്കാൻ മറന്നു. താൻ അലക്കി തരുമോ? സോറി സാറേ. സർ, ഒരു ഇൻഫർമേഷൻ ഉണ്ട്. ഈ മർഡറിലും പകുതി ബോഡിയേ ഉള്ളൂ, കാലില്ല. സോ ഈ മർഡർ മുഖേന കൊലയാളി എന്തോ പറയാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഇതും ഞാൻ ഇതുവരെ ചിന്തിക്കാത്ത കാര്യമാണല്ലോ. നീ പോയി ജോലി നോക്ക്. താങ്ക് യു സർ. റെക്കമെൻഡേഷനിൽ വന്നതല്ലേ, ചുമ്മാതല്ല. സാർ, ഹായ് സാർ, മൈ നെയിം ഇസ് തമിഴ് ഫ്രം ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റ്. സോറി സാർ, എനിക്ക് നിങ്ങളെ ഇതിനു മുന്നേ അസിസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. നിർത്ത്. നീ ഏത് നാട്ടുകാരനാ? ചെന്നൈ തന്നെയാ സാർ. പേരെന്താ? തമിഴ്. പേര് തമിഴും സംസാരിക്കുന്ന മുഴുവൻ ഇംഗ്ലീഷിലും. നീ വിട്ടേ കളിയാ, ഞാൻ നോക്കിക്കോളാം. നമസ്കാരം, എൻ്റെ പേര് ദർശൻ. ഞാൻ നോർത്ത് നിന്നാണ് വരുന്നത്. കൈയെടുക്കടാ. സാറേ, കൈയെടുക്കാനാ പറഞ്ഞത്. ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിൽ നിങ്ങളുടെ ഒരു കുറവുണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ അതിലും കയറി പറ്റിയല്ലേ? ഗോ ഗെറ്റ് യുവർ ജോബ് ഡൺ. അപ്പൊ ഇയാൾ സംസാരിക്കുന്നത് മലയാളമാണോ? അതെല്ലാം എൻ്റെ വിട്ടേക്കടാ. ഇവനൊക്കെ ഒരു മനുഷ്യനാണോ? ഒരു ശവത്തിന് മുന്നിൽ മനസാക്ഷി പോലത്തെ ചായയും കുടിച്ചോണ്ട് നിൽക്കുന്നു. ഡേയ്, മിണ്ടാതിരുന്ന് ജോലി നോക്കട്ടെ. എന്ത് നോക്കാനാ? ഡേയ്, ഇവിടെ വാടാ. എന്താടാ അവിടെ എന്തെങ്കിലും കാണുന്നുണ്ടോ നിനക്ക്? എടാ, അവിടെ എന്താ ഉള്ളത്? ഡേയ്, നേരെ നോക്കടാ. എടാ, ഒന്നും കാണുന്നില്ല. ഡേയ്, ആ മരത്തിന്റെ പുറകിൽ ആരും നിന്ന പോലെ എനിക്ക് തോന്നിയടാ. എടാ, എന്റെ കണ്ണിൽ മരം പോലും കാണുന്നില്ലടാ. ചേട്ടാ, മാലിട്ടിരിക്കുക. പോടാ. എല്ലാത്തിനും ഞാൻ തന്നെ വേണം. എന്താ കേക്ക് മുറിക്കുന്ന പോലെയാണോ മുറിച്ചിരിക്കുന്നത്? ഇവനെ മുഴുവനും കാണുന്ന സഹിക്കത്തില്ല. ഇതിലാണെങ്കിൽ പകുതിയേ ഉള്ളൂ. ഞാൻ കാറിലുണ്ടാവും. ഇവിടെയാണെങ്കിൽ എന്തെങ്കിലും പറഞ്ഞുകൊണ്ടേയിരിക്കും.
എന്താ ഇവിടെ നടക്കുന്നത്? തുടർന്ന് എന്റെ ആൾക്കാരാണല്ലോ ചെത്തോണ്ടിരിക്കുന്നത്. ഇതൊന്നും കണ്ടുപിടിക്കാതെ എന്ത് ചെയ്യണം നിങ്ങള്? ഒരു 2 ദിവസം കൊണ്ട് അന്വേഷിച്ച് കണ്ടുപിടിക്കാം സാർ. 2 ദിവസത്തിനുള്ളിൽ ഇത് കണ്ടുപിടിക്കണം. ഇല്ലെങ്കിൽ 3-ാം ദിവസം നിന്നെ കാണാണ്ടാവും. പേര് മാത്രം പ്രഭാകരൻ, പക്ഷെ ഒരു ഗുണവുമില്ല. ആദ്യം പോയി പേര് മാറ്റാൻ നോക്ക്. സർ, ഒരു മെസ്സേജ്. കൺട്രോൾ റൂമിൽ നിന്ന് കോൾ വന്നു. എന്തോ ഇമ്പോർട്ടൻ്റ് ആയ ന്യൂസ് കിട്ടിയിട്ടുണ്ടെന്ന്. ഇതൊന്ന് നോക്കൂ സർ. മർഡർ നടന്ന സ്ഥലത്തുള്ള എല്ലാ CCTV ഫുട്ടേജും ചെക്ക് ചെയ്തു സാർ. എല്ലാവരും മരിക്കുന്നതിന് തൊട്ട് മുമ്പുള്ള ദിവസം ഈ മുത്തശ്ശി അവരുടെ വീടിൻ്റെ മുന്നിൽ പോയി നിൽക്കാറുണ്ട്. സർ, ഒരു കാര്യമുണ്ട്. മനസ്സിലായി. മരിച്ചവർക്കും പിന്നെ ഈ കളിക്കും എന്തോ ബന്ധമുണ്ടെന്നല്ലേ? അതെ സർ. നീ ഒന്ന് ജന്മത്തിൽ പോലീസ് ആവാൻ പോകുന്നില്ല. ഈ കളിയുടെ ലൊക്കേഷൻ എനിക്ക് അയക്കി. ഞാൻ തന്നെ അവരുടെ അടുത്ത് നേരിട്ട് പോയി അന്വേഷിക്കാം. ചേട്ടാ ഹലോ. വൈകിട്ട് എന്ത് കറിയാ വെക്കണ്ടേന്ന് അറിയത്തില്ല. ചിക്കൻ കറി വെക്കണോ അതോ മട്ടൻ കറി വെക്കണോ? അത് കേൾക്കാൻ പറ്റിയ സമയമാണോ ഇത്? ഫോൺ നോക്കി. ചേട്ടാ നിങ്ങൾ എന്തിനാ സ്റ്റോപ്പ് ചെയ്തേ? അത്രേ ഉള്ളൂ. എടാ കുമാർ, രവി, എവിടെടാ നിങ്ങളൊക്കെ? എടാ, അവൻ പറഞ്ഞതല്ലേടാ, വിളിക്കടവനെ. എന്ന് കെട്ടിയിട്ട കാര്യം അങ്ങനെ എൻ്റെ അച്ഛൻ അറിഞ്ഞ നിങ്ങളുടെ കാര്യമൊക്കെ പോക്ക. ഓ അങ്ങനെയോ? നിന്റെ അപ്പന് ഫോൺ ചെയ്തിട്ടേ ഇങ്ങോട്ട് വരാൻ പറയേ. എന്താടാ നോക്കണത്? ആ ശവപ്പെട്ടിക്കകത്ത് ആദ്യം പോയതേ നിന്റെ അപ്പനാടാ. വേണ്ട, പ്ലീസ് പറയുന്നത് കേൾക്ക്. പ്ലീസ് ഒന്ന് ചെയ്യ്. സാർ, സത്യമായിട്ടും നിങ്ങളുടെ ഒരു വിഗ്രഹം പോലും എൻ്റെ കയ്യിലില്ല സാർ. നിങ്ങൾ എൻ്റെ ആളുകളൊക്കെ കൊന്നതിന് ശേഷം ഞാൻ ആ പണി തന്നെ നിർത്തി സാറേ. എടാ, ചോദിച്ചതിന് മാത്രം മറുപടി പറയും. എന്റെ ആൾക്കാരൊക്കെ എന്തിനാടാ കൊന്നത്? സാർ, സത്യമായിട്ടും ഞങ്ങൾ ആരെയും കൊന്നിട്ടില്ല സാറേ. സർ, ഞങ്ങളുടെ ആളുകളെ നിങ്ങൾ കൊന്നത് കാരണം, ആ പേടി കാരണം ഞങ്ങൾ ഈ ജോലി വിട്ടു സാർ. അങ്ങനെയുള്ളപ്പോ നിങ്ങളുടെ ആളുകളെ ഞങ്ങൾക്ക് എങ്ങനെ കൊല്ലാൻ പറ്റുക? പിന്നെ ആരായിരിക്കും ഇത് ചെയ്തിരിക്കുന്നത്? പ്ലീസ് ഞങ്ങളെ വിട്ടേക്ക് സാറേ. സാർ, പറയൂ സർ. MLA സാർ വിളിച്ചിട്ട് ഫോൺ എടുത്തില്ല. അദ്ദേഹം എവിടെയുള്ളേ? ഇവിടെ അടുത്തുണ്ട്. അദ്ദേഹത്തോടൊന്ന് സംസാരിക്കണം. ഒന്ന് ഫോൺ കൊടുക്കാൻ പറ്റുമോ? ആ, കൊടുക്കാം. ഡാ, അവനെ കെട്ടിയിട്. ശരി ചേട്ടാ. ചേട്ടാ, ക്ലൈൻറ്റ് ലൈനിലുണ്ട്. ആ പറയൂ സാർ, ഞങ്ങൾ ചോദിച്ച സാധനം എന്തായി? അത് കിട്ടിയോ? സാർ, നിങ്ങൾ ചോദിച്ചൊന്നും സാധാരണ സാധനമല്ല. ഇതൊന്നും ഉണ്ടംപരിയല്ല. ഇതേ വിലപിടിപ്പുള്ള സാധന. കഷ്ടം സാർ, ഞങ്ങൾ നിങ്ങളോട് ഉറപ്പിച്ചത് 10 കോടിക്കാ. പക്ഷെ 15 കോടി വേണമെങ്കിൽ ഞങ്ങൾ തരാം. ഞങ്ങൾക്ക് ആ സാധനം കിട്ടിയേ പറ്റൂ. പറഞ്ഞില്ലേ, ബാക്കിയാരും ഞാൻ നോക്കണം. എന്താ ചേട്ടാ, എന്ത് പറ്റി? ഇപ്പോഴാണ് 15 കോടി എത്തിയിരിക്കുന്നത്. ഒന്നും കൂടി റേറ്റ് കൂടട്ടെ. അതുവരേക്കും സാധനം കൈമാറിക്കൊണ്ടേയിരിക്കാം. ആ ശരി ചേട്ടാ. അല്ല, കാലി പാരുടെ കയ്യിലുള്ളത്? ഇന്നലെ വരെ എൻ്റെ അടുത്തായിരുന്നു. ഇന്ന് രാവിലെ ഞാൻ ബാലയുടെ കയ്യിൽ കൊടുത്തത്. ശരി, ഞാൻ ഇറങ്ങാണ്.
അവരെ തീർത്തിട്ട് ഈ സ്ഥലമൊക്കെ ഒന്ന് ക്ലിയർ ആക്കിയേക്ക്. അയ്യോ എന്നെ വിട്. അയ്യോ വേണ്ട സാർ. സാർ എന്നെ വിടാൻ വേണ്ട. പ്ലീസ്. സാർ വേണ്ട പ്ലീസ് സാർ അവരെ വിട് സാർ മേലെ തൂക്കിക്കിടണം. സാർ എന്നെ വിട് സാറേ. വിട് സാർ സാർ വേണ്ട സാർ. വിട്ടേക്ക് സാർ പ്ലീസ് സാർ വിട്ടേക്ക് വിടറാ, ചത്തിട്ടുണ്ടാവും. ഡാ, സ്ത്രീകളെ വളരെ സോഫ്റ്റായി വേണം ഹാൻഡിൽ ചെയ്യാൻ. എടി. ഡാ, ഇത് നിങ്ങൾ രണ്ടിനെയും കല്ല് കെട്ടി കടലിൽ ഇറക്കിയേക്ക്. ശരിയാടാ ചേട്ടാ. അപ്പൊ ഈ പെണ്ണോ? ചേട്ടുള്ളപ്പോഴേ അനിയന്മാർ ധൃതിപ്പെടാൻ പാടില്ല. നിങ്ങൾക്കില്ലാത്തതാണോ? എൻജോയ് ചെയ്യേ. ശരിയാട്ടാ. എല്ലാം ക്ലിയർ ആക്കിയിട്ട് ഇവളെ മാത്രം റെഡിയാക്കുക. രാത്രിക്ക് വേണ്ടി വരും. പിന്നെ രാത്രിക്ക് മെഴുകുതിരി കത്തിച്ച് വയ്ക്കേ. അപ്പോഴേ ചേട്ടനൊരു മൂടൊക്കെ വരുമോ? നീ വരുമെന്ന് എനിക്കറിയായിരുന്നു, പക്ഷെ ഇത്രയും ലേറ്റായിട്ട് വരുമെന്ന് കരുതിയില്ല. ഞങ്ങൾ വരുമെന്നുള്ള കാര്യം നിങ്ങൾക്ക് എങ്ങനെ അറിയാം? എനിക്കിവിടെ നടക്കുന്ന എല്ലാം അറിയാം. നിങ്ങൾ ചെയ്യുന്നത് വളരെ വലിയ തെറ്റാ. ഈ കൊലയൊക്കെ എന്തിനാ ചെയ്യുന്നേ? എന്ത്? ഞാൻ കൊല ചെയ്തെന്നോ? പിന്നെന്തിനാ നിങ്ങൾ മരിച്ചവരുടെ വീടുകളിൽ പോയത്? അതോ അവര് മരിക്കാൻ പോവാന്ന് എനിക്ക് നേരത്തെ അറിയാം. അതുകൊണ്ട് ഞാൻ അവരെ രക്ഷിക്കാൻ പോയതാ. പക്ഷേ അതിനു മുമ്പേ അവരെ കൊന്നുകളഞ്ഞു. അവളോ? ഇപ്പൊ നീ എന്നോട് സംസാരിക്കുമ്പോ പോലും ഒരുത്തനെ കൊല്ലാൻ അവള് പോയിരിക്കുക. ചേട്ടാ എല്ലാം റെഡി ആക്കിയിട്ടുണ്ട്, എൻജോയ് ചെയ്. മെഴുകുതിരി കത്തിച്ചോ? മറന്നുപോയി. നീ എന്തുകൊണ്ട് കത്തിച്ചില്ലെന്ന് എനിക്കറിയാം. മൂട് വരാൻ പാടില്ലെന്നല്ലേ? മൂട് ഞാൻ വരുത്തിച്ചോളാം. എന്താ സ്വപ്നം അത്? ചേട്ടാ എന്തു പറ്റി? അപ്പോഴേക്ക് കഴിഞ്ഞോ? പ്രേതമുണ്ടാ? പ്രേതം നമ്മളകത്ത് പോകാതിരിക്കാനല്ലേ കള്ളം പറയുന്നേ? സത്യമായിട്ടും പ്രേതമുണ്ടാ? അത് പ്രേതാണെങ്കിലും കുഴപ്പമില്ല, ഞാനകത്ത് പോയിട്ട് വരാം. ഡേയ് അകത്ത് വേണം. അതിനിപ്പോ എന്താടാ? പറഞ്ഞു കേക്കടാ. എടാ പോണ്ടാ. എടാ എടാ പ്രേതമുണ്ടാ? ചേട്ടാ
സത്യ എന്താണ് പറ്റിയത്? സത്യ എന്തു പറ്റിയ? സത്യ എന്തു പറ്റിയ? എടാ എന്താ പറ്റിയത്? എടാ എന്തിനാ വശിക്കുന്നത്? എടാ ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ അകത്ത് പോകരുതെന്ന്. എന്തിനാ അകത്ത് പോയത്? ചേട്ടാ അതിന് ഞങ്ങൾ എപ്പോഴും അകത്ത് വന്നേ? ചേട്ടൻ അകത്ത് പോയി കഥ കടച്ച ഉടനെ ഞങ്ങളൊരു ടീ കുടിക്കാൻ വേണ്ടി പുറത്തോട്ട് വന്നതല്ലേ? എടാ കളിക്കലടാ, നിങ്ങളാടാ വീടിനകത്തുള്ളത്. ചേട്ടാ ചേട്ടന് വീട്ടിനകത്തല്ലേ ഉള്ളേ? നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത്? അതേട്ടാ ഇതുവരെ വെളിയിൽ വന്നിട്ടേ ഇല്ല. അപ്പൊ ഇത്രയും പേരെ കൊന്നത് ഒരു പ്രേതമാണെന്നാണോ? നീ കരുതുന്നത് പോലെ സാധാരണ പ്രേതമല്ല. ആഗ്രഹങ്ങൾ നിറവേറാതെ ചത്തുപോയ ഒരു പ്രേതമാ. ആരാ അവള്? അവളുടെ പേരെന്താ? ആർക്കും അടങ്ങാത്ത ബജാരി. അവൾക്ക് ആവശ്യമുള്ള ഒരു സാധനം ഇവിടെ ഉണ്ട്. അതന്വേഷിച്ചാണ് അവൾ ഇവിടെ വന്നത്. അതെന്ത് സാധനമാണെന്ന് പറ. എന്റെ കാലെവിടെ? എന്റെ അടുത്തില്ല, സത്യമായിട്ട് എന്റെ അടുത്തില്ല. സത്യമായിട്ടില്ല, എന്റെ അടുത്തില്ല. എന്നെ വിട്ടേക്ക്, എന്നെ വിട്ടേക്ക്. ആ കാൽ ആരുടെ കയ്യിലാണ് ഉള്ളത്? അവരെ തേടി അവള് പോകും. ആ കാൽ അവരുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ട അടുത്ത നിമിഷം അവൾക്ക് ആ പകുതി ശരീരം കിട്ടിയില്ലെങ്കിൽ ഒരുത്തരെയും വിടത്തില്ലടാ. ഈ കൊല മുഴുവനും ചെയ്തത് ബജാരിയാണെന്ന് ഞാൻ സമ്മതിക്കാം. പക്ഷേ ആരാ ബജാരി? ബജാരി എന്ന് പറയുന്നത് നീ വിചാരിക്കുന്നത് പോലെ സാധാരണ ആത്മാവല്ല. തന്റെ ആഗ്രഹങ്ങൾ നിറവേറ്റാൻ ആഗ്രഹിക്കുന്ന ക്രൂരമായ പ്രേതമാണ്. പല 100 വർഷങ്ങൾക്ക് മുൻപ് ഒരു നാട് ഭരിച്ചിരുന്ന രാജാവിന് ഒരു പെൺകുട്ടി ജനിച്ചു. രാജകുടുംബത്തിന്റെ രീതി അനുസരിച്ച് ആൺകുട്ടികൾ മാത്രമേ രാജ്യം ഭരിക്കാവൂ എന്നൊരു നിയമമുണ്ടായിരുന്നു. പക്ഷേ ആ രാജകുമാരി പല ജാലവിദ്യകൾ കാണിച്ച് നാടിന്റെ മഹാറാണിയായി. അവളുടെ ഭരണത്തിൽ ജനങ്ങൾ ജീവിക്കാൻ പോലും പേടിക്കുന്ന രീതിയിൽ ക്രൂരമായ നിയമങ്ങൾ അവൾ കൊണ്ടുവന്നു. ചെറിയ ചെറിയ തെറ്റ് ചെയ്ത ജനങ്ങൾക്കും കരമടയ്ക്കാത്ത ജനങ്ങൾക്കും നരകത്തിൽ കൊടുക്കുന്ന ശിക്ഷയാണ് കൊടുത്തത് ആ റാണി. ഇതെല്ലാം ജനങ്ങൾ രാജാവിന് വേണ്ടി സഹിക്കുകയായിരുന്നു. അങ്ങനൊരു ദിവസം സ്വന്തം പിതാവിന് മരണശിക്ഷ നൽകിയവൾ. അതും സാധാരണ ശിക്ഷയല്ല. ഒരു മനുഷ്യന് ജീവൻ ഉള്ളപ്പോൾ തന്നെ അവന്റെ കൈകളും കാലുകളും കെട്ടി ശരീരം 2ആയിട്ട് മുറിയുന്നത് വരെ വലിച്ചു പറിക്കുക. ഇതെല്ലാം സഹിക്കാൻ പറ്റാത്ത ജനങ്ങൾ എല്ലാവരും ഒന്നുകൂടി മഹാറാണിക്ക് തന്നെ ആ ശിക്ഷ നൽകി. ഇവൾ ഒരിക്കലും തിരിച്ചു വരാൻ പാടില്ലെന്നും പറഞ്ഞ് അവളുടെ പകുതി ശരീരം ഒരു ഭാഗത്തും കാലൊരു ഭാഗത്തും കുഴിച്ചിട്ടു. ജനങ്ങളോട് ദേഷ്യമുള്ള ആത്മാവ് തിരിച്ചു വരാതിരിക്കാൻ വേണ്ടി ആയിരക്കണക്കിന് ഋഷിമാർ ഒരുമിച്ച് കൂടി അവളുടെ കാലിൽ മാന്ത്രിക ഏലസ് കെട്ടി കുഴിച്ചിട്ടു. അത് കഴിഞ്ഞിട്ട് എന്ത് സംഭവിച്ചു? ആ ആത്മാവിനെ ആരോ ഉണർത്തി. എന്തായി പറയുന്നേ? അതെ, ആത്മാവ് പ്രതികാരദാഹിയായി നിൽക്കുക, തന്റെ ശരീരം കിട്ടാനായി. അതിലാര് തടസ്സം നിന്നാലും അവരെ ക്രൂരമായി കൊന്നുകളയും. ഇത്രയും ആൾക്കാരെ കൊല്ലാനുള്ള ശക്തി ആത്മാവിനുണ്ടെങ്കിൽ ആ കാലം അവൾക്ക് ഈസി ആയിട്ട് എടുക്കാൻ പാടില്ലായിരുന്നോ? പല ഋഷിമാർ ഒരുമിച്ച് കൂടി ജപിച്ചു കെട്ടിയ ആ മാന്ത്രിക ഏലസ് അവളുടെ ശരീരത്തുള്ളത് വരെ അവൾക്ക് ആ ബാക്കി ശരീരം കിട്ടത്തില്ല. ആ ശരീരം അവൾക്ക് വേണമെങ്കിൽ ഒരു മനുഷ്യന്റെ സഹായം ആവശ്യമാണ്. അവന് മാത്രമേ അവളെ കാണാൻ സാധിക്കൂ. ആ ഒരാളെ അവൾക്ക് കണ്ടു കിട്ടിയാൽ
എല്ലാം അവസാനിക്കും. അല്ല, അതെന്താ നിങ്ങൾ ഇതുവരെ ഒന്നും ചെയ്യാത്തെ? ആ ആത്മാവ് അവളുടെ രഹസ്യങ്ങൾ അറിയാവുന്നവരെ വിട്ടുകളയും. അതേ രഹസ്യങ്ങൾ മറ്റുള്ളവരോട് പറഞ്ഞാൽ പറഞ്ഞവരെ കൊന്നുകളയും. ഇപ്പൊ അവളെക്കുറിച്ചുള്ള ഒരു രഹസ്യം നിനക്കറിയാം. ഇനി നീയും സൂക്ഷിക്കുന്നതായിരിക്കും നല്ലത്. ആ ആത്മാവ് പുറത്തു വരാതിരിക്കാനായി കാലങ്ങളായി ജനങ്ങൾ പൂജ ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പോ ആ പാരമ്പര്യത്തിലുള്ള അവസാനത്തെ 2 പേര് ഞങ്ങളാ. മൊത്തം 2 പേരാണെന്നല്ലേ പറഞ്ഞേ? അതിലൊരാൾ നിങ്ങളാണെങ്കിൽ മറ്റേതാരാ? സമയാവുമ്പോ അദ്ദേഹം തന്നെ നിന്നെ തേടി വരും. ഇപ്പം നിനക്ക് പോകാം. പോകാനല്ലേ പറഞ്ഞത്? ഒരു മനുഷ്യന്റെ സഹായം ആവശ്യമുണ്ട്. അവളുടെ രഹസ്യങ്ങൾ അറിയാവുന്നവരെ വിട്ടുകളയും. അതേ രഹസ്യങ്ങൾ മറ്റുള്ളവരോട് പറഞ്ഞാൽ പറഞ്ഞവരെ കൊന്നുകളയും. പറഞ്ഞവരെ കൊന്നുകളയും. ഷിറ്റ്. അവൾക്ക് വേണ്ടി ഒരുത്തനെ കിട്ടി, വേഗം പോ. ഇവിടെ നടക്കുന്ന കൊലയൊക്കെ എനിക്ക് സ്വപ്നങ്ങളായിട്ട് വരുവാ. നീ പറഞ്ഞത് സത്യമാണോ അളിയ? അതേടാ, അന്നെൻ്റെ സ്വപ്നത്തിൽ കണ്ട പോലെയാ അയാളോടെ ചത്തു കിടന്നേ. അതുമാത്രമല്ല, ഈ ബോഡിയുടെ അടുത്ത് നിന്ന് കിട്ടിയ ഫിംഗർ പ്രിന്റ് എവിഡൻസ് എല്ലാത്തിനെയും ആധാർ കാർഡുമായിട്ട് മാച്ച് ചെയ്ത് നോക്കി. ഒരെണ്ണം പോലും മാച്ചാവുന്നില്ല. ഫിംഗർ പ്രിന്റ് പോലും ഇല്ലാതെ ഒരു മനുഷ്യൻ ഇങ്ങനെയുള്ള കൊലകൾ ചെയ്യുന്നത് ചാൻസേ ഇല്ല. എന്തൊക്കെയാണ് പറയുന്നേ? ലാസ്റ്റായിട്ട് കിടന്ന കൊലക്കേസിൽ ഏതോ ഒരു രൂപം എന്നെ വാച്ച് ചെയ്തുകൊണ്ടേയിരുന്നു. ഈ കൊലകളെല്ലാം ചെയ്യുന്നത് മനുഷ്യനല്ല, ഒരു പ്രേതം. പ്രേതോ? നമ്മൾ പ്രേതത്തിനോ എത്ര ദിവസം കയ്യിലേക്ക് നോക്കിക്കൊണ്ടിരുന്നത്? എടാ, ഇനിയിപ്പോൾ എന്താ ചെയ്യുക? എല്ലാ കൊലയിലും നമുക്ക് പാതി ശരീരം മാത്രമേ കിട്ടിയിട്ടുള്ളൂ. അതിൻ്റെ കാല് എവിടെ പോയെന്ന് പോലും നമുക്കറിയില്ല. കാണാതായ കാലുകളെ കണ്ടുപിടിച്ചാൽ മാത്രമേ ഈ കൊലകൾക്കുള്ള കാരണവും കണ്ടുപിടിക്കാൻ പറ്റൂ. അതിന് എനിക്കെൻ്റെ സ്വപ്നത്തിനുള്ളിൽ പോകണം. എന്തായാലും നീ കുറച്ച് സൂക്ഷിച്ചിരിക്കേ. മഹാഭാവി, പ്രേതത്തിൻ്റെ കാര്യം പറഞ്ഞ് എൻ്റെ ഉറക്കം ഇല്ലാതാക്കി. നിങ്ങൾ മാത്രം ഇങ്ങനെ സ്വസ്ഥമായി കടന്നുറങ്ങുന്നേ. ഇന്ന് സ്വപ്നത്തിൽ അവനാണോ വരുന്നത്? ചേട്ടാ പറയട്ടാ. ബാല, നമ്മുടെ ആൾക്കാരെ കൊന്നുകൊണ്ടിരിക്കുകയാണ്. നീയും ശരിക്കും സൂക്ഷിച്ചിരുന്നോ? മനസ്സിലായോ? ചേട്ടാ, അതൊക്കെ ഞാൻ നോക്കിക്കോളന്നേ. ശരി, നാളെ അതെടുത്ത് എൻ്റെ ഒക്കെ കൂടി തന്നേക്ക്. ഞാനിപ്പോഴല്ലേ ഇത് കൊടുത്തു വിട്ടെ. നാളെ രാവിലെ വന്ന ഉടനെ. അങ്ങനെയാണോ? ഞാൻ നോക്കിക്കോളാം. എന്താ പറ്റേ? എങ്ങോട്ടാ പോന്നേ? മൊത്തം വേർത്ത് നാശായി. ഒന്ന് കുളിച്ചിട്ട് വരാം. നിൽക്ക്. കുളിക്കാൻ കണ്ട നേരം.
ഈ കോപ്പ് ഇളകിളകി പോവാണല്ലോ. എന്താ എന്റെ അടുത്ത് കളിക്കണോ? വേണ്ടാത്ത പണിക്ക് നിൽക്കരുത്. സാറേ, ചായ വേണോ സാറേ? വേണ്ട സ്വാമി. താങ്ക് യു സാർ. ഇവിടെ നടക്കുന്ന ഈ കൊലകളൊക്കെ കണ്ടിട്ട് ഇത് മനുഷ്യർ ചെയ്യുന്നതാണെന്ന് തോന്നുന്നില്ല. എനിക്ക് അങ്ങനെ തോന്നണത്. പിന്നെ എന്തായിരിക്കും? ഇനി ഒരു പക്ഷെ വല്ല പ്രേതമായിരിക്കുമോ? ചേട്ടാ, ഈ കാലത്തൊക്കെ പ്രേതം വിചാരിക്കുക എവിടെ ഉള്ളത്? അങ്ങനെയൊന്നും ഉണ്ടാവില്ലെന്നേ. സർ. എന്താ, എന്തെങ്കിലും പ്രധാനപ്പെട്ട കാര്യം? അതെ സർ. ഇവിടെ നടക്കുന്ന മർഡേഴ്സ് ഒക്കെ കാണുമ്പോൾ പൈശാചികമായിട്ടുണ്ട്. പ്രേതം ചെയ്താണെന്നാ തോന്നുന്നത്. ഓ, ഇത് നീ ഇപ്പോഴാണോ കണ്ടുപിടിച്ചേ? വേറെന്താ? MLA വിളിച്ചിരുന്നു സർ. സാറിനെ കാണണമെന്ന് പറഞ്ഞു. അയാളെ ഞാൻ തന്നെ പോയി കാണാനിരിക്കുകയായിരുന്നു. സർ. ആരത്? എടാ, എന്താ കാര്യങ്ങളൊക്കെ? സർ, ഞങ്ങൾ ആ കൊലയാളിയുടെ അടുത്തെത്തിയിരിക്കുകയാണ്. പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കും. നീ അവൻ്റെ അടുത്ത് എത്തുന്നതിന് മുമ്പ് അവൻ എൻ്റെ അടുത്തേക്ക് എത്തുന്ന തോന്നുന്നത്. ഭരണത്തിലിരിക്കുന്ന ഒരു MLA ഞാൻ. എനിക്കൊരു സുരക്ഷയില്ലെങ്കിൽ എങ്ങനെയാ? സർ, നിങ്ങളെ രക്ഷിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാ സത്യവും തുറന്നു പറയണം. രാഷ്ട്രീയക്കാരനോടോ സത്യം പറയാൻ പറയുന്നേ? നിനക്ക് കുറച്ചെങ്കിലും ബുദ്ധിയുണ്ടോടാ? നിങ്ങൾ സത്യം പറഞ്ഞില്ലെങ്കിൽ എനിക്ക് നിങ്ങളെ രക്ഷിക്കാൻ പറ്റില്ല സർ. എന്ത് സത്യം? ആ കാൽ എവിടെയാണ് സാറേ ഉള്ളത്? ആ കാലിനെ കുറിച്ച് എനിക്ക് എങ്ങനെ അറിയാവുന്നേ? എനിക്കെല്ലാം അറിയാം സാറേ. എനിക്കിപ്പോൾ അറിയേണ്ടത് എന്താണെന്ന് വെച്ചാൽ ആ കാലെങ്ങനെ നിങ്ങളുടെ കൈ കിട്ടിയെന്നാ. ഞാൻ MLA ആണെന്നുള്ളത് നിങ്ങൾക്ക് മാത്രമേ ഉള്ളൂ. ഭൂമിക്കടിയിൽ നിന്ന് കിട്ടുന്ന വിഗ്രഹങ്ങളെല്ലാം വിദേശത്തേക്കാണ് വിൽക്കുന്നത്. ഇങ്ങനെ ഒരു ബ്ലാക്ക് മാർക്കറ്റ് ഉള്ളത് ഇവിടെയുള്ള ആർക്കും അറിയില്ല. കുറച്ച് നാൾക്ക് മുമ്പ് വിദേശത്ത് നിന്ന് എനിക്കൊരു ഓഫർ വന്നിരുന്നു. ഒരു റാണിയുടെ കാലെടുത്ത് കൊടുത്താലേ 10 കോടി തരാമെന്ന്. ഭാഗ്യവശാൽ ആ കാല് എൻ്റെ കയ്യിലാണ് കിട്ടിയത്. അപ്പം അതിൻ്റെ വില വെറും 10 കോടി രൂപയായിരുന്നു. അത് എൻ്റെ കയ്യിൽ കിട്ടിയ ഉടനെ മറച്ചു വച്ചു. അതിൻ്റെ വില കൂടിക്കൊണ്ടേയിരിക്കുക. ഇപ്പം അതിൻ്റെ വില 15 കോടിയാണ്. ഇനി ഒരു 5 കോടി കൂടുന്നതുവരേക്കും ഞങ്ങളുടെ ആൾക്കാർ ഇത് കൈമാറിക്കൊണ്ടേയിരിക്കും. വില കൂടിയതിന് ശേഷം അത് ഞങ്ങൾ വിൽക്കും. നിങ്ങളെ കാല് പുറത്തെടുത്തതിലൂടെ വലിയ തെറ്റാ ചെയ്തിരിക്കുന്നത് സാറേ. ഇവിടെ നടക്കുന്ന എല്ലാ കൊലപാതകങ്ങൾക്കും കാരണം ആ കാലിൻ്റെ ആത്മാവാണ്. എന്താ ഈ പറയുന്നത്? അവളുടെ കാലും അന്വേഷിച്ച് നിങ്ങളുടെ ആളുകളുടെ അടുത്ത് പോയിട്ടുണ്ട്.
ആ കാലവന്മാർ കൈമാറ്റിയതിന് ശേഷം അവരൊക്കെ അവളെ കൊന്നു. ഞാൻ തന്നെ ഒരുത്തരെ രണ്ടാക്കി വെട്ടിക്കൊന്നിട്ടുണ്ട് എന്ന് വെച്ച് പ്രേതം വെട്ടിക്കൊന്നു പറയാൻ പറ്റുമോ? കറക്റ്റാണ് സാറേ. നിങ്ങൾ കൊന്നവരുടെയൊക്കെ ശരീരവും കാലും ഒന്നിച്ച് തന്നെയാണ് കിടന്നിരുന്നത്. പക്ഷേ ഇപ്പോൾ മരിച്ചിട്ടുള്ള നിങ്ങളുടെ ആളുകളുടെയൊക്കെ കാലുകൾ എവിടെയുള്ളത് സാറേ? ഓരോ കൊലയിലൂടെയും അവളുടെ കാല് തനിക്ക് വേണമെന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ശരിയാണ്. ഈ പ്രശ്നത്തിൽ നിന്ന് എന്നെ എങ്ങനെ ഇന്ന് രക്ഷിക്കുക? നിനക്ക് എത്ര പണം വേണമെങ്കിലും ഞാൻ തരാം. നിങ്ങളെ ഇതിൽ നിന്ന് രക്ഷിക്കാൻ ഒരു വഴി മാത്രമേ ഉള്ളൂ. എന്താണ്? ഒന്നുകിൽ ആ കാൽ അവളെ ഏൽപ്പിക്കണം, അല്ലെങ്കിൽ അത് നശിപ്പിക്കണം. നശിപ്പിക്കണമെന്നോ? അത് പല കോടി വിലയുള്ള പ്രോജക്റ്റാ. കാശാണോ ജീവനാണോ പ്രധാനം സാറേ? ശരി, ഞാൻ എന്താ ചെയ്യേണ്ടത്? ആ കാല് നിങ്ങളുടെ ആൾക്കാരുടെ അടുത്ത് കൊടുത്ത് കത്തിക്കാൻ പറ. ബാക്കി വരുന്ന ഭസ്മം നിങ്ങളുടെ കൈകൊണ്ട് തന്നെ എടുത്ത് കൊണ്ടുപോയി കടലിൽ കളഞ്ഞേക്ക്. എല്ലാ പ്രശ്നവും ശരിയാവും. സർ, നിങ്ങൾ പറഞ്ഞതൊക്കെ ഞാൻ കേട്ടു. എന്താ നടക്കുന്നത് സർ? നമ്മുടെ നാടിൻ്റെ ജീവൻ നമ്മൾ പോലും അറിയാതെ അന്യരാജ്യത്തിന് വിൽക്കുക. അവൻ്റെ ജീവനാണോ സാറ് രക്ഷിച്ചത്? അയാളുടെ ജീവൻ ഞാനെങ്ങനെയാണ് രക്ഷിക്കുന്നത്? അയാളെ ഇല്ലാതാക്കാനുള്ള പണിയാണ് ഞാനിപ്പോൾ പോയി ചെയ്തത്. ആ പ്രേതത്തിൻ്റെ കാല് അയാളുടെ കയ്യിലുള്ളിടത്തോളം കാലേ അയാൾക്ക് സുരക്ഷയുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ആ കാല് അയാളുടെ ആളുകളുടെ അടുത്ത് കൊടുത്ത് കത്തിക്കാൻ പറഞ്ഞേ. അവൻ പറഞ്ഞാൽ ഞാൻ അനുസരിക്കണോ? ആ കാല് വേറൊരുത്തൻ്റെ കൊടുത്താലേ നമ്മുടെ ആൾക്കാരെ കൊന്ന പോലെ അവൻ എന്നെ കൊല്ലുന്നുള്ള എനിക്ക് അറിഞ്ഞൂടെ? ഞാനെന്താ വിഡ്ഢിയാണെന്ന് വിചാരിച്ചോ? അതെ, ആ കാല അയാളുടെ അടുത്ത് നിന്ന് വേറെ അയാളുടെ അടുത്ത് കിട്ടിയ അയാൾ ചാവും. അത് ഞാൻ അനുവദിക്കില്ല. ആ കാലം ഞാൻ തന്നെ എടുത്തോളാം. എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല. സർക്കാരിൽ നിന്ന് ശമ്പളം വാങ്ങിക്കുന്ന ഒരു പോലീസുകാരൻ ഇങ്ങനെയാണെങ്കിൽ ആ സർക്കാരിനെ ഭരിക്കുന്ന ഒരു രാഷ്ട്രീയക്കാരനാടാ ഞാൻ. എനിക്ക് എത്ര ഉണ്ടാവും? ചേട്ടാ ഇനിയിപ്പോൾ എന്താ ഇന്ന് രാത്രിക്കുള്ള കാല് കത്തിച്ച് കളയണം. നമ്മുടെ ആൾക്കാരെല്ലാം തയ്യാറായിക്കോളാം പറ. ആ ശരി, റെഡിയാക്കിക്കാം. അല്ല സർ, ആ പ്രേതം ആരാ? തൽക്കാലം എല്ലാ കാര്യങ്ങളും നിന്നോട് പറയാൻ പറ്റില്ല. നിനക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം പറയാം. ആ ആത്മാവിന് ഒരു മനുഷ്യൻ്റെ സഹായം ആവശ്യമാണ്. അതാരാണെന്ന് നമ്മൾ ആദ്യം കണ്ടുപിടിക്കണം. സർ, മനുഷ്യൻ്റെ സഹായം എന്നാണോ പറഞ്ഞേ? അതെ. എനിക്കൊരു ഡൗട്ടുണ്ട്. നമ്മുടെ ഫോറൻസിക് ഡിപ്പാർട്ട്മെൻറ്റിലൊരു പയ്യനില്ലേ? തമിഴോ? അതെ സർ, നമ്മുടെ മർഡർ നടന്ന സ്പോട്ടിൽ ഒരു രൂപം കണ്ടെന്നും പറഞ്ഞ് അവൻ്റെ ഫ്രണ്ടിനെ വിളിച്ച് കാണിച്ചു. അവിടെ എന്തെങ്കിലും കാണുന്നുണ്ടോ എനക്ക്? എടാ അവിടെ എന്താ ഉള്ളത്? നേരെ നോക്കടാ. ഞാനും നോക്കി, പക്ഷെ ഞാനൊന്നും കണ്ടില്ല. അവന് മാത്രമേ അവളെ കാണാൻ സാധിക്കൂ. ഇപ്പോഴാ നീ ഒരു കാര്യം മുൻകൂട്ടി തന്നെ കറക്റ്റായിട്ട് പറഞ്ഞിരിക്കുന്നത്. എടാ മോനെ, എടാ എന്താ പറ്റിയേ? എടാ എടാ അനിയാ, ഏയ് എടാ എന്താ ഉണ്ടായത്? എന്താ ഉണ്ടായെന്ന് പറ. സാർ നിങ്ങളോട് ഞാൻ സത്യം മറച്ചു വെച്ചു സാർ. എന്താ മറിച്ചത്? എൻ്റെ കൂട്ടുകാരന് ജനിച്ചത് തൊട്ട് ഒറ്റൊരു സ്വപ്നം മാത്രം വന്നുകൊണ്ടേയിരിക്കും സാർ. എന്ത് സ്വപ്നം? ഒരു സ്ത്രീ സാർ, ഒരു ചെറിയ കുഞ്ഞിനെ എടുത്തുകൊണ്ട് വന്ന് വെട്ടിക്കൊല്ലുന്ന പോലെ ഒരു സ്വപ്നം സാർ. ഞങ്ങൾ അവനെ കുറേ തവണ സൈക്കാട്രിസ്റ്റിൻ്റെ കൂട്ടിക്കൊണ്ടേ കാണിച്ചു സാർ. പക്ഷേ ആ സ്വപ്നം വരുന്നത് നിൽക്കാറില്ല സാർ. കണ്ടിന്യൂസ് ആയിട്ട് വന്നുകൊണ്ടേയിരിക്കും. അവൻ ഈ കേസിൽ ഇൻവോൾവ് ചെയ്ത തൊട്ട് അവൻ ആ സ്വപ്നം വേറെ വിധത്തിൽ വരാൻ തുടങ്ങി സാർ. വേറെ വിധത്തിൽ എന്ന് പറയുമ്പോൾ? സാർ, ഈ കേസിൽ നടക്കുന്ന കൊലപാതകങ്ങളെല്ലാം കൊലപാതകം നടക്കുന്ന അതേ സമയത്ത് തന്നെ അവൻ്റെ സ്വപ്നത്തിലും വരും സാർ. എന്താണ് ഇതെന്നോട് മുന്നേ പറയാതിരുന്നേ? സാർ, ഞങ്ങൾ ഈ കാര്യം പറഞ്ഞാൽ ഞങ്ങൾ നിങ്ങളെ വിശ്വസിക്കാതെ സംശയപ്പെടുമെന്ന് മറച്ചു വെച്ചു സാർ. പിന്നെന്താ പറ്റിയേ? പക്ഷേ ഈ കൊലപാതകങ്ങളൊക്കെ ആരാ ചെയ്യുന്നത് കണ്ടുപിടിക്കാൻ വേണ്ടി അവൻ പിന്നെയും ആ സ്വപ്നത്തിൻ്റെ അകത്ത് തന്നെ പോയി സാർ.
രക്ഷിക്കണേ, ആരെങ്കിലും ഒന്ന് രക്ഷിക്കണേ. അളിയ, ഡാ ഡാ ഒന്ന് നോക്കടാ. ഡാ അളിയ, ഡാ ഒന്ന് കണ്ണു തുറക്കടാ. എടാ നോക്കാൻ പറഞ്ഞില്ലേ? പിന്നീട് അവന് എന്ത് പറ്റിയെന്ന് അറിയില്ല സാർ. ആ ആത്മാവ് അവനെ മുഴുവനെ കീഴ്പ്പെടുത്തിയിരിക്കുക. ശരിക്കുള്ള പ്രശ്നം ഇനിയാ തുടങ്ങാൻ പോകുന്നേ. നീ എന്തായാലും ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാ. ഡോ എല്ലാവരും സൂക്ഷിക്കുന്നു പറഞ്ഞാല് എങ്ങനെ സൂക്ഷിക്കുക? ഒന്ന് പറഞ്ഞിട്ട് പോയിക്കൂടെ? മിണ്ടാതെ എവിടെയെങ്കിലും പാരിപ്പരി വിറ്റോട് ജീവിച്ചാൽ മതിയായിരുന്നു. എടാ, ഇന്ന് ആ കാലം നശിപ്പിച്ചേ പറ്റൂ. അത് എതിർക്കാൻ ആര് വന്നാലും കൊന്നു കളഞ്ഞേക്ക്. ഇനിമേലിൽ നമ്മുടെ ആൾക്കാരെല്ലാം ഒരു ജീവൻ പോലും പോകാൻ പാടില്ല. പോവാ. ഡോ ആരാടാ നീ? എന്താ വേണ്ടത്? കാൽ എവിടെ? പൂച്ചി തീർത്തേക്ക്. ശരി ഏട്ടാ. എന്താ ഒളിച്ചു കളിക്കാണോ? ആണാണെങ്കിൽ നേരിട്ട് വന്ന് നിക്കടാ. ആയി വെച്ചോണ്ട് മിണ്ടാതിരുന്നാ മതിയായിരുന്നു. പറയുമ്പോഴത്തേക്കും വന്നല്ലോ.
ഡോ ആരാടോ താൻ? തനിക്ക് ബുദ്ധിയില്ലേ? വണ്ടിയുടെ മുന്നിലാണോ വന്ന് നിൽക്കുന്നത്? തന്നെയൊക്കെ ഉണ്ടല്ലോ. എടോ തന്നോടാടോ ചോദിക്കുന്നത്? വഴിയിൽ നിന്ന് മാറടോ. പാതിരാത്രി ഓരോരുത്തന്മാർ ഇറങ്ങിക്കോളും. ആ കിളവ് പറഞ്ഞ രണ്ടാമത്തെ ആൾ. അവളെ എങ്ങനെയാ തളയ്ക്കേണ്ടതെന്ന് എനിക്ക് മനസ്സിലായി. ഇനി നിങ്ങളുടെ സഹായം എനിക്ക് ആവശ്യമില്ല. വിഡ്ഢി, നീ അവളെ കുറിച്ച് അറിഞ്ഞതെല്ലാം പകുതി മാത്രമേ ഉള്ളൂ. ആ പ്രേതം സ്വന്തം കാലിന് വേണ്ടിയാണ് ഇതൊക്കെ ചെയ്തത് നിനക്ക് അറിഞ്ഞൂടെ? അവൾക്ക് ആ കാല് തിരിച്ചു കിട്ടിക്കഴിഞ്ഞാൽ നിനക്ക് എന്താ സംഭവിക്കുന്നത് നിനക്കറിയോ? അവൾക്ക് ആവശ്യമുള്ള ഒരു മനുഷ്യന്റെ സഹായം അവൾക്ക് കിട്ടിക്കഴിഞ്ഞു. ഇല്ല, അത് കിട്ടാൻ പാടില്ല. അവൻ ആ കാല് കിട്ടാൻ പാടില്ല. അവൾക്ക് ആ കാല് കിട്ടാൻ പാടില്ല എന്ന് എന്തുകൊണ്ടാ പറയുന്നത്? അവൾക്ക് മുഴുവനുമായിട്ടുള്ളൊരു പ്രേതാവ് കിട്ടിക്കഴിഞ്ഞാൽ ആരെ കൊണ്ട് നശിപ്പിക്കാൻ പറ്റാത്തൊരു രാക്ഷസിയായിട്ട് അവൾ മാറും. ഈ ലോകം തന്നെ ഭരിക്കണമെന്ന് വിചാരിച്ചവള അവള്. അതിനുവേണ്ടി സ്വന്തം സഹോദരനെ പോലും കൊന്നവളാ. അവളുടെ ആഗ്രഹം നിറവേറാൻ പോകുമ്പോൾ അവനെ രണ്ടായിട്ട് വെട്ടി കൊന്നുകളഞ്ഞു. ഇപ്പൊ വീണ്ടും വർഷങ്ങൾക്ക് ശേഷം വന്നിരിക്കുക. അവൾക്ക് ഇപ്പോൾ ഉള്ള ശൗര്യം എത്രയുണ്ടാവുന്ന നിനക്ക് അറിയോ? മന്ത്രിച്ച തകിടവളുടെ ശരീരത്തിന് ഉള്ളിടത്തോളം മാത്രം നമ്മളെല്ലാവർക്കും സുരക്ഷ. അവർക്ക് അവളുടെ ആ കാല് കിട്ടിക്കഴിഞ്ഞാലുണ്ടല്ലോ, സകല ആത്മാക്കളെ എഴുന്നേപ്പിച്ച് ഒരു പട തന്നെ ഉണ്ടാക്കിയെടുക്കും. നിങ്ങൾ ചെയ്തൊരു തെറ്റ് മനുഷ്യജന്മമേ ഇല്ലാതാകാൻ പോവുകയാണ്. ഇത് തടയാൻ നമ്മുടെ മുന്നിൽ വേറെ വഴിയില്ലേ? ഒരൊറ്റ വഴി മാത്രമേ ഉള്ളൂ. പെണ്ണിനെ ജനിപ്പിച്ച രാജാവ് പുനർജന്മം എടുത്തിരിക്കുകയാണ്. അദ്ദേഹത്തിന് മാത്രമേ നമ്മളെ രക്ഷിക്കാൻ പറ്റുള്ളൂ. ആരാ അദ്ദേഹം? അദ്ദേഹം എവിടെയാ ഉള്ളത്? തെരഞ്ഞെടുക്കപ്പെട്ട ഒരേ ഒരു രാജാവാണത്. എല്ലാം വൈകിപ്പോയി. നമ്മളെ രക്ഷിക്കാൻ വന്ന ആ ശക്തി അവനിൽ അലിഞ്ഞു ചേർന്നിരിക്കുകയാണ്. ഇനി ആ ദൈവത്തിന് മാത്രമേ നമ്മളെ രക്ഷിക്കാൻ പറ്റൂ. ഭൂമിയിലും മനുഷ്യനും ആത്മാക്കളും തമ്മിൽ ഒരു യുദ്ധം നടക്കാൻ പോവുകയാണ്. പക്ഷെ ഇതിൽ ജയിക്കാൻ പോകുന്നത് ആത്മാക്കളാണ്.